പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം ലൂക്ക 7:7 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, സുഖപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഭൃത്യനെക്കുറിച്ചുള്ള ആകുലതയാൽ സംസാരിക്കുന്ന ഒരു ശതാധിപൻ പറയുന്ന വാക്കുകളാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വചനം നമ്മോട് പറയുന്നു, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മുടെ ആകുലതകളിൽ, രോഗങ്ങളിൽ, രോഗപീഠകളിലെല്ലാം വേദനിക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുവാൻ പോലും, ആകവേ അവിടുത്തെ നേരിട്ട് കാണുവാൻ പോലും യോഗ്യതയില്ലാത്ത നമുക്ക് നമ്മളിലുള്ള വിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഈശോയുടെ മുമ്പിൽ ഈ ഒരു ശതാധിപനെ പോലെ വിശ്വാസത്തോടെ പറയുവാൻ, ചോദിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. എൻ്റെ പൊന്നു തമ്പുരാനെ, നിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. പക്ഷേ കർത്താവേ, നീ എന്നിൽ ഇടപെടണമേ. എൻ്റെ രോഗപീഠകളുടെ മുമ്പിൽ കർത്താവേ, നീ സൗഖ്യം നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ രോഗങ്ങളുടെ മുമ്പിൽ നിൻ്റെ കരുണ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുകയാണ്, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ആശ്വാസമാണ്, ഒരു വിശ്വാസത്തിൻ്റെ ഉറവിടമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസത്തിൻ്റെ ഒരു തീഷ്ണതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വാക്കുകളിലൂടെ. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കും, ഈശോയെ, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ രോഗം സൗഖ്യമാകുമെന്ന്, എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കുമെന്ന് വിശ്വാസത്തോടെ ഈശോയോട് ചോദിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. ഈശോ ഇടപെടുന്നത് കാണുവാൻ സാധിക്കും. ആ ഭൃത്യൻ്റെ മേൽ ഈശോ അവിടുത്തെ കരസ്പർശനത്താൽ സൗഖ്യം നൽകിയതുപോലെ, അവിടുത്തെ ആ വാക്കുകൾ കൊണ്ട് ഈശോ ആ ഭൃത്യൻ്റെ രോഗത്തിൻ്റെ മേൽ അവിടുത്തെ ഇടപെടൽ ഉണ്ടായതുപോലെ, ഈശോയുടെ ഇടപെടൽ ഉണ്ടായതുപോലെ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈശോയുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കുവാൻ, കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ.